മലപ്പുറം ജില്ലയിൽ വഴിക്കടവിനടുത്ത് ഇടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ ഒരു ദാരുണ സംഭവത്തിൽ ഒരു 15 വയസ്സുകാരൻ അനന്തു കൊല്ലപ്പെട്ടു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ടും ഈ പല ആളുകളും ഈ ഇലക്ട്രിക് ലൈൻ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ലൈൻ ഉപയോഗിച്ചിട്ട് കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് മീൻ പിടിക്കുന്നവന്മാർ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ചോ, എന്ത് അപകടം പിടിച്ച കാര്യമാണ് ചെയ്യുന്നതെന്നറിയോ. അതായത് ഒരു കൊളുത്ത് നേരെ അങ്ങോട്ട് എറിയും, ഇരുമ്പ് കൊളുത്ത് കമ്പിയിലോട്ട് എറിയും, എന്നിട്ട് അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ അതിന് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമുക്ക് ഈ സുരക്ഷാ വേലികൾ പലയിടം സ്ഥാപിക്കാറുണ്ട്. എന്തിന്? ആനയൊക്കെ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷാ വേലി ഉണ്ടാകും. അതിനകത്ത് ബാറ്ററി എന്നുള്ള കറണ്ടാണ് സാധാരണ കൊടുക്കുന്നത്. ആ ഷോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച ചത്തുപോത്തില്ല, പക്ഷേ അത് പേടിയായി ഇതങ്ങ് പോവുകയും ചെയ്യും, മൃഗം അങ്ങ് ഒഴിഞ്ഞു പോവും. അതിന് പകരം ഈ വൃത്തികെട്ടവന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരു ബോധമില്ലാത്തവന്മാർ ചെയ്യുന്നതാണ്. ആ നേരെ ഈ സുരക്ഷാ വേലി പോലുള്ള വേലി സ്ഥാപിച്ചിട്ട് കമ്പി വേലി, മുള്ളുകമ്പി വേലി സ്ഥാപിച്ചിട്ട് അതിനകത്തേക്ക് ഈ KSCBയുടെ കറണ്ട് നേരെ അങ്ങോട്ട് പായിച്ചു കൊടുക്കും കേട്ടോ. ഇത് പന്നി പിടിക്കാനാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഈ പന്നി ഇറച്ചി വളരെ വിശിഷ്ടമായ ഭോജ്യവസ്തുവാണ്. അപ്പോൾ കാട്ടുപന്നിയുടെ ഇറച്ചി, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത് കേട്ടോ. അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ കുട്ടികൾ, ഒരു 3-4 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പോയപ്പോൾ ഈ കറണ്ട് കമ്പിയിൽ നിന്ന് തൂക്കിയിട്ടിരുന്ന കൊളുത്തുണ്ടല്ലോ, ഇരുമ്പ് കൊളുത്ത്, അതിൽ നിന്ന് ഈ കുട്ടിക്ക് അനന്തുവിന് ഷോക്കേറ്റു. അതോടുകൂടി അവനെ രക്ഷിക്കുമ്പോൾ അവൻ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അതോടൊപ്പം മറ്റ് 2 കുട്ടികൾക്കും ഷോക്കേറ്റ് അവരും വെള്ളത്തിൽ വീണു. പക്ഷെ അവരെയൊക്കെ നാട്ടുകാരൊക്കെ പിടിച്ച് കയറ്റി. പക്ഷേ ഈ അനന്തുവിനെ രക്ഷിക്കാൻ പറ്റിയില്ല. വെള്ളത്തിൽ വീണ് കമിഴ്ന്ന് വീണ് അവസാനം അങ്ങനെ മരണപ്പെട്ടു പോയി. 15 വയസ്സുകാരനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇതൊക്കെ എന്ത് ബോധമില്ലാത്തവന്മാരാണ് ഈ ചെയ്യുന്നത്. ഇപ്പോൾ അവനെ പിടിച്ചിട്ടുണ്ട്, ഈ ചെയ്തു വെച്ചോനെ. അതിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് സാധാരണഗതി 304 ഒക്കെ ഇട്ട് കേസിൽ അതൊന്നും എടുക്കരുത്, കൊലപാതകമാണ് ഇത്. കാരണം ഇത് ആരുടെ ദേഹത്ത് വന്നാലും മനുഷ്യർ മരിക്കും എന്നറിയാൻ പാടില്ല. അതൊന്നും ചെയ്യുന്നൊന്നും അല്ലത്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആര് മരിച്ചാലും അവനൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പന്നി ഇറച്ചി തിന്നണം, അതാ കാര്യം. പന്നിയെ പിടിക്കണം. ഈ കാട്ടുപന്നി എന്ന് പറയുന്ന ക്ഷുദ്രജീവിയായിട്ട് അതിനെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് ഔട്ട്റൈറ്റായിട്ട് അങ്ങ് തള്ളി. എളുപ്പമാണല്ലോ തള്ളാൻ. കാരണം ഈ ഡൽഹി ഇരിക്കുന്നവന്മാർക്ക് ഈ പന്നിയുടെ ഉപദ്രവം അറിഞ്ഞുകൂടാ, കാട്ടുപന്നിയുടെ. അതാ കാര്യം. കുറേ എണ്ണത്തിനെ പിടിച്ച് അവിടെ കൊണ്ടാക്കണം, എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതെന്താണ് ഇതിൻ്റെ ശല്യം എന്നുള്ളത്. ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളം കാട്ടുപന്നിയുടെ നാട് ആയിട്ട് മാറി. പന്നികൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപന്നി ഒന്നും ചെയ്യാനൊക്കുന്നില്ല. ഇതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിടും. അത് കാരണം ഭയന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും ഒക്കുന്നില്ല. ഇത് മൂലം റോഡപകടങ്ങൾ ഉണ്ടാകുന്ന എത്രയാണ്. സ്കൂട്ടറും മോട്ടോർ സൈക്കിളും പോവാണോ, ഇത് കുറുക്കെ ആടിയിരിക്കും. അതിനൊന്നും സംഭവിക്കത്തില്ല, ഇടിച്ചാലൊന്നും. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ അത് വന്ന് ഈ വെട്ടി എന്നാ പറയുന്നത്, ഈ പന്നി വെട്ടി എന്ന് പറയാം. അതായത് ഇതിനെ ഇങ്ങനെ ഈ തേറ്റ പോലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഒന്ന് കാലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ വാങ്ങി ഒടിഞ്ഞു പോവാണ്. അത്ര ബലമൊക്കെ ഉള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇത് ഈ പന്നി വെട്ടി ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകുന്നുണ്ട്, മരണം ഉണ്ടാകുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതിനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വെടികൊല്ലാനോ ഇതിനെ കൊല്ലാനോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അതൊക്കെ വന്യമൃഗങ്ങളുടെ ഇതിൽപ്പെടും. ഇവിടെ ഇപ്പോൾ പുലി നേരത്തെ ഒരിടത്ത് ഒരു വീട്ടിൽ വന്ന് നമ്മളിന്ന് കണ്ടതാണ്. അവിടുത്തെ നായയെ, വളർത്ത നായയെ കടിച്ചു കൊന്നു. ഇപ്പം അത് പുലിയാന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇപ്പം വീണ്ടും കയറി അവിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഡെയിലി ദിനം പ്രതി ഈ പുലി, കടുവ മുതലായ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി നാട്ടുകാരെ വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇത് പട്ടി അതിന് നായയെ കിട്ടി. നേരെ മറിച്ച് മനുഷ്യനെ കിട്ടുന്നെങ്കിലോ മനുഷ്യനെ അപ്പോഴേ ആക്രമിച്ച് കൊല്ലും, കടിച്ചു വലിച്ചുകൊണ്ട് പോകും. റബ്ബർ വെട്ടാൻ പോയ ഒരാളെ കണ്ടില്ലേ, കഴുത്തിന് കടിച്ചു പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് അയാളുടെ നല്ല ഒരു ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഭക്ഷിച്ചു, എന്നിട്ട് ഇട്ടിട്ട് പോയി. ഇപ്പോൾ ഇത് കടുവ, ഇതിനെയൊക്കെ
മനുഷ്യന് ജീവിക്കാനല്ലേ ഇവിടെ, നമുക്ക് വേണ്ടേ ജീവൻ വേണ്ടേ, മനുഷ്യനും വേണ്ടേ ജീവിക്കണ്ടേ. വന്യമൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ ഈ നാട്ടിൽ? ആ ഒരു ധാരണ ഇതൊന്നും മാറിക്കിട്ടണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ഇതിനൊക്കെ സംരക്ഷിത വിഭാഗത്തിൽ തന്നെ പെടുത്തേക്കാണ്. സംരക്ഷിച്ചോട്ടെ ഈ കടുവയൊക്കെ. ഇതിനൊന്നും ഇപ്പം ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇഷ്ടം പോലും ഉണ്ട്, എണ്ണം കൂടുതലാണ് ഇപ്പോൾ. കാരണം ഇതിന് ഈ പോച്ചിങ്, അതായത് ഈ നമ്മുടെ ഇറങ്ങി ഈ വേട്ടയുണ്ടല്ലോ, അതൊക്കെ നിർത്തിയതോടുകൂടിയും അതൊക്കെ ഫലപ്രദമായിട്ട് തടഞ്ഞേക്കുന്നതോടുകൂടി ഈ പോച്ചിങ് നടക്കാതെ ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മറ്റേതെന്താ, എങ്ങനെ കയറിയാലും അവന്മാർ കയറി അടിച്ച് കൊന്ന് ഏതിനേയും തിന്നും കേട്ടോ. കടുവയുടെ ഇറച്ചിയെങ്കിൽ കടുവയുടെ ഇറച്ചി, പുലിയുടെ എങ്കിൽ പുലിയത്, കരടിയുടെ ഇറച്ചിയാണെങ്കിൽ അത്, എന്തും കിട്ടിയാൽ തിന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് രക്ഷയില്ല. കാരണം എവിടെങ്കിലും ഇതിൻ്റെ കാട്ടുപോത്തിൻ്റെ ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ വലിയ ഒഫൻസാണ്. അത് കിട്ടിയാൽ അപ്പഴ് പിടിക്കുക, കേസാകുക. അങ്ങനെ ഇപ്പം ഇത് വളരെ കുറവാണ് ഈ വേട്ട കുറഞ്ഞത് കാരണം എന്താ, ഇതിൻ്റെയൊക്കെ എണ്ണം അങ്ങ് കൂടി ധാരാളം. ഞാൻ പറയുന്നതിന് വേട്ട നടത്തണമെന്നല്ല, വേട്ട അത് വേണ്ട, നമ്മൾ പോച്ചിങ് വേണ്ട. പക്ഷെ ആ എണ്ണം കൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം കൂടെ ഉണ്ടാവണം. ഇപ്പം വനങ്ങൾ നമ്മുടെ ആളുകൾ കയ്യേറി കുഴപ്പമുണ്ടാക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വനങ്ങളുടെ വിസ്തൃതിയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അത് അതിൻ്റെ ഡേറ്റ എടുത്ത് നോക്കിയാൽ മതി. വനവിസ്തൃതി മുമ്പുള്ളതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണ്. അപ്പം ആനയ്ക്ക് കാട്ടിനകത്ത് നടക്കാൻ സ്ഥലമില്ല, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് നേരെ ഇങ്ങനെ നാട്ടിലോട്ടിറങ്ങും. ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റുമോ? ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? വീട് നശിപ്പിക്കുക, ആളുകളെ ചവിട്ടി കൊല്ലുക. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് അറിഞ്ഞുകൂടാ. ഈ ആളുകളെ ആനയുടെ ധാരണ ഈ നാട് അതിൻ്റെ രാജ്യത്ത് നമ്മൾ കയറി താമസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആക്ഷേപം. അപ്പോൾ ആ രീതിയിൽ പോവും. മനുഷ്യന് തലയായിക്കാൻ അവിടെ സ്ഥലമില്ല, വന്യമൃഗങ്ങൾക്ക് സ്ഥലമുണ്ട്. പക്ഷേ അതൊന്നും പോരാ ഇപ്പോൾ. കാരണം എണ്ണം ഒരുപാട് കൂടുതലാണ്. ഇതിൻ്റെ സെൻസസും ഒക്കെ ഉണ്ടല്ലോ, പ്രോപ്പറല്ല ഈ പറയുന്ന ഒന്നും. ഇതിൻ്റെയൊക്കെ എണ്ണം എടുക്കണം. എണ്ണം എടുത്തിട്ട് ഇതിനെയൊക്കെ കുറേ എണ്ണത്തിനെ പിടിച്ച് വല്ല മ്യൂസിയത്തിലെങ്ങാനും സൂവിലെങ്ങാനും കൊണ്ടിട്ടാറുണ്ടല്ലോ, ആളുകൾ വന്ന് ടിക്കറ്റ് എടുത്ത് കാണുകയെങ്കിലും ചെയ്തിട്ട് പോകും. അതിനെ അവിടെ ജീവിക്കാനുള്ള സ്ഥലം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് വിദേശത്തൊക്കെ എന്തുമാത്രം നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം നമുക്ക് ബാങ്കോക്ക്, അവിടൊക്കെ തായ്ലൻഡ്, അവിടുത്തെയൊക്കെ സൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സിംഗപ്പൂർ തന്നെ എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നതെന്നറിയാം. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ഞാനിവിടങ്ങളിലെ എല്ലാം ഈ വൈൽഡ് ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശാലമായ സ്ഥലം ഇതിനൊരുക്കിയിട്ട് നമുക്ക് അതിനകത്ത് കാറിനകത്ത് കയറി ഇരുന്ന് നമുക്ക് മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഒരു കുഴപ്പമില്ല. അതൊന്നും ചെയ്തില്ല. പക്ഷേ കാരണം അവിടുന്ന് കാറിനകത്ത് നിന്ന് വെളിയിറങ്ങാൻ പാടില്ല. ആ രീതിയിലുള്ള സംവിധാനം എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതിനെയൊക്കെ നാട്ടുകാർ കാണട്ടെ, കണ്ടിട്ട് പൈസയും കിട്ടുമല്ലോ, നല്ല ഫീസ് വെച്ചോളൂ. ഒരു പാർക്ക് ഉണ്ടാക്കുക, ആ പാർക്കിനകത്ത് ഒരു ഭാഗത്ത് കടുവ, ഒരു ഭാഗത്ത്, ആ രീതിയിലുള്ള ഓരോ സംവിധാനം ഒരുക്കണം. കാരണം അതിനെ നിയന്ത്രിക്കാൻ അതുപോലെ വേലിയൊക്കെ കെട്ടി ചെയ്തു കൊടുക്കണം. ആ രീതിയിൽ വേണം ചെയ്യാൻ. അതൊരു വരുമാന മാർഗമാകട്ടെ, അല്ലാതെ ഇതുപോലെ ഈ നാട്ടുകാരെ ഉപദ്രവിക്കാതെ. ഇപ്പോൾ വന്നത് ഈ കുട്ടി മരണപ്പെട്ടതുണ്ടല്ലോ, കൊല്ലപ്പെട്ടത്, നമ്മുടെ എല്ലാം കണ്ണീരലിയിപ്പിക്കുന്നതാണ് ഇത്. കഷ്ടം, 15 വയസ്സുകാരൻ, അവനെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു, ഒരു കാര്യമില്ലാതെ, മനസ്സറിയാതെ പോയതാണ്. അതുപോലെ ഈ വേലിയിൽ നിന്നൊക്കെ, കറണ്ട് കമ്പിയിൽ നിന്നൊക്കെ എടുത്ത് ഈ വൈദ്യുത കമ്പിയിൽ നിന്ന് ഇതുപോലെ വൈദ്യുത വേലിയിലേക്ക് കറണ്ട് വായിക്കുന്നവരെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ കണ്ടെത്തണം. അത് നിരന്തരമായിട്ട് അത് ശ്രദ്ധിക്കണം. അത് നമ്മുടെ KCBയുടെയും ഒരു ബാധ്യതയാണ് ഇത് കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്തിയാൽ അങ്ങനെ ചെയ്യുന്നവനൊക്കെ വലിയ ശിക്ഷ കൊടുക്കണം. അതാ വേണ്ടത് നമ്മുടെ നാട്ടിൽ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടല്ലോ ഒരുപാട് ആവർത്തിക്കപ്പെടും. അതിന് പകരം ഇപ്പം നടക്കുന്ന എന്താ, ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് പോലാണ്. ഒരു കുട്ടി മരിച്ചു, ദാരുണമായ അന്ത്യം അവനുണ്ടായി. അതിനെ ഒരു മന്ത്രി പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? വഴിക്കടവിലുണ്ടായ സംഭവം അവിടെ അറിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നെന്ന് എന്ന് പറഞ്ഞത് ആരാണ്ട് കരുതി കൂട്ടി ഈ ഇലക്ഷന് വേണ്ടി ആ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു ആരോപണമാണ്. ഇതൊക്കെ ഒരു മന്ത്രിക്ക് പറയുന്നത് ഭൂഷണമാണോ? രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കേണ്ടതാണോ ഈ സംഭവം? ഇതിനെ അങ്ങേയറ്റം അപലപിക്കണം. അതുപോലെ KCB എന്ന് പറയുന്ന ആ വിഭാഗമുണ്ടല്ലോ, അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതിന് പരാതി, ഒരു ലൈൻ പൊട്ടിക്കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങത്തില്ല. അവർക്ക് സൗകര്യമുള്ളപ്പം വരും. അങ്ങനെ ആകരുത്, വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും.
എല്ലാവർക്കും ഉത്തരവാദിത്തം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അല്ലാതെ ഇത് മുതലെടുപ്പിന് ഉപയോഗിക്കേണ്ട